ഹലോ ഗായ്സ്, വെൽക്കം ടു ഹോബീസ് ഓഫ് മാളൂസ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വാക്സ് സ്റ്റിക്കേഴ്സ് മേക്കിംഗ്. അപ്പം നമുക്ക് വാക്സ് സ്റ്റിക്കേഴ്സ് മേക്കിങ്ങിലേക്ക് പോയാലോ. പിന്നെ എന്താ, ഇപ്പം ടേബിൾ മുഴുവൻ അലങ്കോലപ്പെട്ടിട്ടുള്ളത്. പിന്നെന്താ, കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും ആയിരിക്കും. ഞാൻ പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓർഗനൈസ് ചെയ്യാം എന്ന് കരുതുന്നു. അപ്പം കണ്ടോ, ഇതിനൊക്കെ പിന്നെ വൃത്തിയുണ്ട് തോന്നുന്നു, ബാക്കിയൊന്നും തീരെ ശരിയില്ല. ഈ പുറത്തുനിന്ന് കേൾക്കുന്ന നോയ്സ് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ഇതെന്തെങ്കിലും ആകട്ടെ, അവിടെ അപ്പുറം കസേര അടിക്കുന്ന സൗണ്ടാണ്. ഞാൻ കണ്ണൂർക്കാരിയാണ്, അപ്പം എൻ്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാണെന്ന് ഇല്ല. അപ്പം വീഡിയോയിലേക്ക് പോവാം. 1 മിനിറ്റ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ സുഖമല്ലേ എല്ലാവർക്കും? പരീക്ഷയ്ക്ക് കഴിയാറായോ? എങ്ങനെയുണ്ട്? അടിപൊളി തന്നെയാണ്. നമുക്ക് വാക്സ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. വാ, ആദ്യം നമുക്ക് വേണ്ടത് ക്രയോൺസാണ്. ഒരു ക്രയോൺ എടുത്തിട്ട് ഒരു പേപ്പർ, ഞാൻ ക്രയോൺ എടുക്കുകയാണ്. ക്രയോൺ മീൻസ് നമുക്ക് ഉരുക്കും നമ്മൾ ആ ക്രയോൺ, എന്നാലേ അത് ശരിയാവുമല്ലോ. അപ്പം പിന്നെന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ആക്കിയിട്ടുണ്ട്, വാക്സിൻ്റെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ. ഇതിപ്പോൾ ഞാൻ മുഴുവൻ ചിരണ്ടി വെച്ചതാണ്. ഇതിങ്ങനെ വട്ടത്തിൽ അരിയണം ആ ക്രയോൺസ്. പിന്നെ അത് മെഴുകാണ്, ഞാനിപ്പോൾ തൊട്ട് കാണിക്കണത് ഈ വെള്ള കളറുള്ളത് നമ്മൾ മെഴുകാണ്. ആ മെഴുക് ഞാൻ കുറച്ച് പീസായിട്ട് ഇട്ടതാണ്. എന്താ വെച്ചാൽ കളറ് മാത്രം ഇരിക്കി കഴിഞ്ഞാൽ നല്ല വെള്ളമായിട്ടാണ് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മെഴുകും കൂടി ഇട്ടിട്ട് ഉരുക്കാൻ കരുതിയിട്ട് മെഴുക് വെച്ചു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്നിന് നിരത്തി വെച്ചിട്ട് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പിങ്ക്, യെല്ലോ, ഗ്രേ, വാക്സ്, അങ്ങനെയൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം വാക്സ് വാങ്ങാൻ കാശില്ലാത്ത ആരും കറച്ചിട്ടിട്ടുണ്ട. ഇതൊക്കെ ഞാൻ കുറേ പഴയ കളേഴ്സാണ്, പുതിയ കളേഴ്സൊന്നും എടുത്തിട്ട് ആക്കിയേക്കല്ലേ. എന്താ വെച്ചാൽ ചീത്ത കിട്ടുന്നല്ല, കാശ് കളയണ്ട. പഴയ കളേഴ്സൊക്കെ നമുക്ക് ആവശ്യമില്ലാണ്ട് വെക്കുന്നുണ്ടാവില്ലേ. അപ്പം കുറച്ച് കളേഴ്സ് എടുക്കുക. അതിൻ്റെ പുറത്തേത്തെ തൊലിയില്ലേ, ആ തൊലി മുഴുവൻ കളയണം. ആ തൊലി കളഞ്ഞാൽ തൊലിയൊക്കെ നമുക്ക് ഉരുക്കിയെടുക്കാൻ കഴിയില്ലല്ലോ. ആ തൊലി കളഞ്ഞ് ഇത് വട്ടം പീസായിട്ട് മുറിക്കണം. നേരെ പയറൊക്കെ അരിയുന്ന പോലെ അങ്ങനെ അരിയാം കേട്ടോ. പയറൊക്കെ അരിയുന്ന പോലെ അങ്ങനെ അരിഞ്ഞ് ഇടാം. കണ്ടോ, ഇതേപോലെ. ഞാൻ മുഴുവനായിട്ട് ഇരുന്ന് അരിയട്ടെ. അപ്പം നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെന്താ, എൻ്റെ പുതിയ എയ്ഡ്സ് കണ്ടല്ലോ, പട്ടി ഷോ, ഡോഗ് ഷോ. അപ്പം ഡോഗ് ഷോ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാനിപ്പോൾ കാണിക്കുന്നുണ്ടോ, അത് ഈ വാക്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഇരുന്ന് ഉണ്ടാക്കിയെടുത്തതാണിത്. കണ്ടോ, പേപ്പറൊക്കെ വെച്ച് കുറച്ച് കുളമായിട്ടുണ്ട്, എങ്കിലും സീനില്ല. ഒരു കാർഡ്ബോർഡ് ബോക്സിൽ കുറച്ച് കളങ്ങളാക്കി എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നോക്കാം. ഇത് എനിക്ക് ഇങ്ങോട്ട് പറയാൻ മടിയാണെന്നെങ്കിൽ ഞാൻ പറയാം. സെല്ലോ ടാപ്പ് ഓർഗനൈസറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ആക്കിയതാണ്. കണ്ടോ, 2 ഹോൾ സൈഡിൽ. അപ്പം അത് ഫ്ലോപ്പായപ്പോൾ ഞാൻ മാറ്റിയിരിക്കുന്നു. ഇപ്പം ഞാൻ മെഴുകിട്ട് കൊടുത്തു. ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ വെച്ചിട്ടാകുമ്പം ഒരു സ്ഥലത്ത് ഒട്ടിച്ചിട്ട് എങ്ങനെ നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഒരുമിച്ചിട്ടിട്ട് മെഴുക് മാത്രം മാറ്റിയിട്ട് ആവശ്യമുള്ള സമയത്ത് ഓരോന്ന് എടുത്താൽ മതി. ഒരു കഷ്ണം കളറിൻ്റെ പീസ് എടുക്കുക, ഒരു 2 പൊടി വാക്സ് ഇടുക, അങ്ങനെയാക്കാം. എന്നാൽ നല്ല കിട്ടും. 2 പൊടി ആവശ്യമില്ല തോന്നുന്നു, എങ്കിലും വലിയ കട്ടിയാണെങ്കിൽ ഓക്കെ. ഉരുക്കിയിട്ട് സ്റ്റാമ്പും എല്ലാം ഞാനിതിൽ പറയുന്നുണ്ട്, അതൊക്കെ അവസാനം പറയാമെന്ന് കരുതിയിട്ടാണ്. സ്റ്റാമ്പ് എന്നൊക്കെ പറയുമ്പോൾ പൈസ ഇല്ലെങ്കിൽ
നമുക്ക് വാങ്ങാം. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും കടകളിലൊക്കെ ഈ ക്രാഫ്റ്റ്. ഞാൻ എജുമാർട്ട് പോയാലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഞാൻ വളരെ സൂക്ഷിക്കുന്ന കുട്ടിയായതുകൊണ്ട് അത് ഞാനങ്ങ് കളഞ്ഞിരിക്കുന്നു. ഓരോന്നോരോന്നായിട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയെന്ന്. ഫോളോവേഴ്സ് ഇല്ല, കമൻറ്റ്സ് ഇല്ല നമ്മുടെ ചാനലിൽ, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ലൈക്സ് ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ചാനൽ വെറും 0 ആണ്. വ്യൂസ് മാത്രം, അത് വ്യൂസും ഒരു 36 അത്രയൊക്കെ ഉള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അത് ഇൻസ്റ്റയിലാണ് കേട്ടോ ഫോളോ. ഇൻസ്റ്റ ഞാൻ തുടങ്ങിയിട്ട് ഫോളോ സബ്സ്ക്രൈബ് ഒക്കെ നമുക്ക് ചെയ്യാം. ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക പ്ലീസ് എല്ലാവരും. പിന്നെ നമ്മളൊരു ഗീവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഗീവ് അവേക്ക് നിങ്ങളാകാം ചിലപ്പോൾ വിന്നർ. അപ്പം കമൻറ്റ്സൊക്കെ ഇട്ടാൽ കൊള്ളാം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന 5 ആൾക്കാർക്കും കിട്ടാം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്നവർക്ക് കിട്ടും. ബൈ ബൈ.